സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം എന്നൊക്കെയുള്ള ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരൊന്നും ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല, അല്ലേ? സ്വബോധമുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വികാരമാണ് സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്, അല്ലേ? പക്ഷേ അത് നമ്മൾ സ്നേഹിക്കാൻ തിരഞ്ഞെടുത്ത ആള്, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കപ്പെടുന്നു എന്ന് നമ്മൾ കരുതുന്ന ആള് ഒരു ശരിയായിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ, അത് കൂടുതലും സ്ത്രീകളാണ് അതിനെ നേരിടുന്നത്. അത് ഏറ്റവും പ്രശ്നതരമായിട്ട് മാറുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുകളുമാണ്. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ചെന്ന് പെട്ടാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികള്, വിഷമങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പം ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എന്നോട് സംസാരിച്ചു. അപ്പോൾ ആ ലേഡി വളരെയധികം സങ്കടത്തിലായിരുന്നു. അവർ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പറഞ്ഞത് അവർ വിവാഹിതയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡും മക്കളും നാട്ടിലാണ്. പക്ഷേ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഈ ഹസ്ബൻഡുമായിട്ട് നല്ലൊരു ടേംസിലായിരുന്നില്ല, ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതമായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും ഈ ലേഡിയുടെ ജീവിതത്തിലേക്ക് വരികയും വളരെ സൗഹൃദപരമായ ഇടപെടുകയൊക്കെ ചെയ്ത് ആ വ്യക്തിയുടെ സ്വഭാവം കണ്ടിട്ട് ആ ബന്ധം പോകെ ഇവരൊരു എന്താ പറയുക, ഒരു പ്രണയത്തിലേക്കൊക്കെ എത്തി. അതായത് ഒരു അടുപ്പത്തിലേക്കൊക്കെ അവരെ കൊണ്ടെത്തിച്ച് ആ ഒരു ബന്ധം എത്തി. അങ്ങനെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഇവര് എന്താ പറയാ, അദ്ദേഹത്തിന് വലിയ ജോലിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, കെയറിങ് ഒക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവരുടെ പണവും അങ്ങനെയുള്ള സാധനങ്ങൾ കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കൊടുക്കുകയും അവര് എന്താ പറയാ, ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി എല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് സമർപ്പിച്ചു. അതിനുശേഷമാണ് ഈ സ്ത്രീ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത്. വിദേശത്തേക്ക് പോയി കഴിഞ്ഞിട്ടും വിദേശത്തു നിന്നും ഇദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ, പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇവർ പരസ്പരം കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത ഒരു കാലത്തായിട്ട് ഇദ്ദേഹത്തിന് ഒരു വിവാഹാലോചന വന്നു. ഇദ്ദേഹം വിവാഹം കഴിച്ചതായിരുന്നില്ല. അപ്പോൾ വിവാഹാലോചന വന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഓൾറെഡി സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വന്നത് ഇയാള് വിവാഹിതനാവില്ല, കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇയാൾക്കൊരു വിവാഹാലോചന വന്നു. ഇയാൾ വേഗം വിവാഹം കഴിച്ച് പോവുകയും ചെയ്തു. പോയതിന് ശേഷം ഇവർക്ക് ഭയങ്കര മെന്റലി ഇവർ വളരെയധികം വീക്കായി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. അവർ ആത്മഹത്യ ചെയ്യാൻ ഉള്ള ഒരു അവസ്ഥയിൽ കൂടി എത്തി. അപ്പോൾ അതിനുശേഷം ഈ ആളുടെ വിവാഹ ജീവിതം കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ തന്നെ അത് പ്രശ്നങ്ങൾ നിറഞ്ഞതാവുകയും ആ വിവാഹബന്ധം അവർക്ക് വേർപെടുത്തേണ്ടി വരികയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ വ്യക്തി വീണ്ടും ഈ സ്ത്രീയിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഈ ലേഡിയുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ വ്യക്തിയെ ചേർത്ത് വെക്കണോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഒഴിവാക്കണോ എന്ന് അറിയില്ല. ഈ ലേഡിയുടെ മനസ്സിൽ അയാൾ നേരത്തെ കൊടുത്തിരുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് വേണമെന്നുമുണ്ട്. പക്ഷേ ഇത് വീണ്ടും പഴയ വിഷമം ആവർത്തിക്കുമോ എന്നുള്ള ഒരു സങ്കടത്തിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് അവരെന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കൽ അവരെ വേണ്ട എന്നും പറഞ്ഞ് ഒഴിവാക്കി പോയ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ലാഭം ഉദ്ദേശിച്ചാവും നിങ്ങളിലേക്ക് വരുന്നത്. കാരണം ഇവരിൽ നിന്ന് നല്ല സാമ്പത്തിക സഹായം അയാൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇപ്പോഴും അയാളുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന കാര്യത്തിൽ ഇമോഷണലി എത്ര കണക്റ്റഡ് ആവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നുള്ളതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പല ആൾക്കാരും ഇതിപ്പോൾ ഒരാളുടെ മാത്രം അനുഭവമാണ്, പല ആൾക്കാരും ഇങ്ങനത്തെ വിഷയങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഞാനിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല, പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ല. പക്ഷെ ഇത് ഒത്തിരി വിഷയങ്ങളായി കഴിയുമ്പോൾ ഈ ഒരു ചതി സ്ത്രീകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പുരുഷന്മാർക്ക് പറ്റുന്നില്ലെന്നല്ല, പുരുഷന്മാരെ എനിക്കറിയാം, അവരെ ഇങ്ങനത്തെ ബന്ധങ്ങളിൽ പോയി പെട്ടിട്ട് സാമ്പത്തികം
കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് വഴിയാധാരമായിരിക്കുന്ന പുരുഷന്മാരെ അറിയാം. അപ്പോൾ കൂടുതലും ഇത് സ്ത്രീകളാണ്. പുരുഷന്മാർ ശ്രദ്ധിക്കുക, സ്ത്രീകളാണ്. ഒന്നുകിൽ നിങ്ങളെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലൂടെ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങളെ തേടി വ്യക്തി, ഒന്നുകിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ലാഭം, അതായത് ഒന്നുകിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടാവും വരുന്നത്. ചിലപ്പോൾ ഇതിനകത്ത് ആൾക്കാർ പറയുന്നുണ്ടാവും അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ എങ്ങനെയാന്ന്. ഒക്കെ വെറുതെയാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് തുറന്ന് സംസാരിച്ച് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയെന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കി ആ വിഷയത്തെ പരിഹരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അല്ല, നിങ്ങൾക്ക് ഇങ്ങനൊരു തുറന്ന സംസാരം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുണ്ടായിട്ടും ആ കാര്യങ്ങളിൽ യാതൊരു പുരോഗതിയും ഇല്ല, വീണ്ടും നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എന്താ പറയുക, നിങ്ങളുടേതായ സന്തോഷങ്ങൾ, അതായത് മറ്റൊരു വ്യക്തിയിൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കരുത്. അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റൊരാൾക്കും നമ്മളെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. അതും പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തി, ഒരു വിവാഹിതയായ ഒരു സ്ത്രീയെ ഒരിക്കലും മറ്റു വരുന്ന ഒരു വ്യക്തി ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമോ എന്നുള്ളത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെ വേണം പറയാൻ. അവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ കാര്യങ്ങളുണ്ടാവും. അവരുടേതായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെ എത്ര വിചാരിച്ചിട്ട് വന്നിട്ട് ലഭിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ രണ്ട് സാഹചര്യത്തിലും ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോയിരിക്കും, അടുത്ത ഒരു ഇരയെ തേടിപ്പോയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ കഴിവതും എന്നല്ല, ഒട്ടും പോയി പെടാനായിട്ട് പാടില്ല, ചെയ്യരുത്. കാരണം അത് നിങ്ങളെ തന്നെയാണ് വിഷമിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത്, ഈ ഒരു അഫെയർ ഒക്കെ ഉണ്ടായി ആദ്യത്തെ ആ കൗതുകവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ സാധിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി അടുത്തടുത്തോട്ട് പോകാനുള്ള ഒരുക്കം തുടങ്ങും. അല്ലെ അടുത്ത ഒരു ഇരയെ കണ്ടുവച്ചിട്ടുണ്ടാവും, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടും ഉണ്ടാവും, നിങ്ങളെ പതുക്കെ പതുക്കെ അവഗണിക്കാൻ തുടങ്ങും. ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആകുകയും ആ വ്യക്തിയെ ഹൃദയത്തിലേറ്റുകയും ആ വ്യക്തിയെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റാത്ത വിധം നിങ്ങൾ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ആ വ്യക്തി പക്ഷെ നിങ്ങളോട്, ആ വ്യക്തിയുടെ വരുന്ന ഉദ്ദേശം തന്നെ ഒരു പ്രത്യേക കാര്യമായതുകൊണ്ട് തന്നെ അദ്ദേഹം, ആ വ്യക്തി നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ഒരു ബന്ധത്തെ വലിയ കാര്യമായിട്ടോ ഇമോഷണലി എടുക്കുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ പക്ഷെ അതിനെ വളരെ ഇമോഷണലി എടുക്കും. ഈ വ്യക്തി അകന്നു പോകുന്ന സമയത്ത് നിങ്ങളെ അത് വളരെ വിഷമിപ്പിക്കുമെന്ന് പറയല്ല, വളരെ പലരെയും പല ഭ്രാന്തമായ അവസ്ഥയിലേക്കാക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, എൻ്റെ ജീവിതത്തിൽ തുടരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ആ വ്യക്തി ഒരു എന്താ പറയുക, ഒരു ആൾക്കൊരു അവസരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കുകയും നിങ്ങളുടെ ലൈഫ് ഏറ്റവും വേദനാജനകമായുള്ള അവസ്ഥയിലേക്ക്, ഒരിക്കലും സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു അഫെയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് ആരോടോ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് പോലും നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മുടെ ഒരു ഫാമിലി ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബക്കാരോടോ നമ്മുടെ സൗഹൃദങ്ങളോടോ ആരോടെങ്കിലും ഒക്കെ നമുക്ക് ആ വിഷയങ്ങളെ പറഞ്ഞ് നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ നമുക്കൊരു അല്പ ആശ്വാസം എന്തെങ്കിലും കിട്ടും. പക്ഷെ ഇങ്ങനൊരു വിഷയമാകുമ്പോൾ മറ്റാരോടും ഇത് തുറന്നു പറയാൻ പറ്റില്ല. ആ വേദന നിങ്ങൾ ഒറ്റയ്ക്ക് കടിച്ചമർത്തി അല്ലെ സഹിച്ച് ജീവിക്കേണ്ട അവസ്ഥയുണ്ടാവും. ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് വരുന്ന ആൾക്കാർ അല്ലെ പുരുഷന്മാര് കൂടുതലും, സ്ത്രീകളെന്ന് ഞാൻ പറയുന്നതിന്റെ പ്രത്യേക കാരണം വെച്ചാൽ സ്ത്രീകളാണ് കൂടുതലും എന്നോട് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇവർ വിവാഹിതയായ ഒരു സ്ത്രീയാണ്, അപ്പോൾ ഒരു കാരണവശാലും ഇവരിത് പുറത്ത് പറയില്ല, അല്ലെ പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയില്ല. അപ്പോൾ അവർക്കതൊരു വിജയമാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇത് ആരോടും മറ്റേ ആൾക്ക്, ഈ സ്ത്രീക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് അടുത്ത ഇരയെ തേടി പോവുക. അതാണ് ഒരു സ്ഥിരമായിട്ടുള്ള രീതി. 1, 2, 10, 100 അല്ല, ഒത്തിരി സ്ത്രീകൾ നമ്മളോട് ഇത് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ സമൂഹത്തിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇനി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്ത് വിഷമങ്ങൾ ഉണ്ടായിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജീവിതം മുന്നോട്ട് പോകുന്നില്ലോ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയി നിങ്ങൾ വേറൊരു ലൈഫിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ, വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം. പക്ഷെ ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചേർത്ത് വെക്കാനോ അല്ലെ അവർ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് മാനസികമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് വരുന്നതാണെന്നൊന്നും നിങ്ങൾ കരുതി ഒരിക്കലും ഒരിടത്തേക്കും ചാടി പോവരുത്. അത് നിങ്ങളെ, നമ്മൾ പറയില്ലേ പണ്ട് കാലത്തൊരു ചൊല്ലുണ്ട്, എരുതിയിൽ നിന്ന് പറചട്ടിയിലേക്ക് ചാടുന്ന ഒരു അവസ്ഥയായി പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള സ്ത്രീകളെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം മനുഷ്യനാണ്, മാനസികാവസ്ഥയാണ്, സാഹചര്യങ്ങളാണ്, എപ്പോഴാണ് മാറി മറിയുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതൊരു തെറ്റോ ശരിയോ എന്നുള്ളതൊന്നും അല്ല, നമ്മുടെ സാഹചര്യത്തിൻ്റെയും നമ്മുടെ എന്താ പറയുക മാനസികാവസ്ഥയുടെയും ഒക്കെ
കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നത്. ലോകത്തിലെ ഒരു എത്ര ജനങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം ഒരു 100-ൽ 99% ആൾക്കാർക്കും ഇങ്ങനത്തേക്കുള്ള ഫീലിങ്സ് തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളിനോട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള അട്രാക്ഷനൊക്കെ ഉണ്ടാവുന്ന ഉള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് തെറ്റോ ശരിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രമേ അങ്ങനെ അഫയറിലേക്ക് പോയി ചാടാവുള്ളൂ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനേക്കാളും ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവുമാണ്. സന്തോഷവും സമാധാനവും കളയുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. ബി പോസിറ്റീവ്, സ്പ്രെഡ് ഹാപ്പിനെസ്.